എന്താ ഇപ്പോൾ വൈക്കോലും കൊണ്ടുവന്ന് വിചാരിക്കണ്ടോ? ഇന്ന് നമ്മൾ കൂൺ കൃഷി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ വെള്ള കവറിലുള്ളതാണ് കൂണിൻ്റെ വിത്ത്. അത് നമ്മൾ നെല്ലിൽ ചെയ്തതാണ് കേട്ടോ നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു വൃത്തിയുള്ള കവറിൽ നമ്മൾ ആ കൂണിൻ്റെ വിത്ത് മാറ്റി വയ്ക്കാൻ കേട്ടോ. എന്നിട്ട് അത് ഒരു കട്ട പോലെയാണ് ഇരിക്കുന്നത്. നന്നായിട്ട് പൊടിച്ചിട്ട് വേണം ആ കവറിലേക്ക് മാറ്റാൻ. കവറോ വല്ല ബൗളോ എന്ത് വേണമെന്ന് എടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു കവർ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഈ ഒരു കവർ അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ. അതിൻ്റെ ഓപ്പൺ അല്ലാത്ത ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാരി കൊടുക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അതെങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് നേരെ മടക്കി കൊടുക്കുക. എന്നിട്ട് അത് നല്ലതായിട്ട് റബ്ബർ ബാൻഡ് ഇടുക. എന്നിട്ട് അത് നേരെ പുറം മറിച്ച് വെക്കണം കേട്ടോ. അതിപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് ഒരു 5 ലെയറായിട്ടാണ് നമ്മൾ വിത്തിടുന്നത്. വിത്ത്, അത് കഴിഞ്ഞിട്ട് വൈക്കോൽ, വീണ്ടും വിത്ത്, അത് കഴിഞ്ഞിട്ട് വൈക്കോൽ, അങ്ങനെ 5 ലെയർ വിത്ത് നമ്മൾ ഇതിലിടുന്നുണ്ട് കേട്ടോ. ആ മൊത്തമുള്ള വിത്തിൽ നമ്മൾ 2 പാർട്ടീഷനാക്കിയിട്ട് 2 ബണ്ടാണ് കെട്ടണത്. അതിൽ ആദ്യത്തേൽ പകുതി വിത്തും രണ്ടാമത്തേൽ പകുതി വിത്തും അങ്ങനെയായിട്ട് നമ്മൾ ചെയ്യണത്. എന്നിട്ട് ഞാനത് ആദ്യം തന്നെ വിത്ത് മാറ്റി വയ്ക്കാൻ മറന്നു പോയതുകൊണ്ട് ഇപ്പോൾ വിത്തൊക്കെ മാറ്റി വയ്ക്കുകയാണ്. ആദ്യത്തെ ലെയറായിട്ട് നമ്മൾ വിത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈക്കോൽ അതിൽ വെക്കുന്നുണ്ട് കേട്ടോ. എനിക്കധികം പരിചയമില്ലാത്തതുകൊണ്ട് തോന്നുന്നു ശരിയാവുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെ അതിൽ കുത്തി നിറച്ചു. ഇത് പിന്നെ തെരിക്ക പോലെയൊക്കെ ആക്കിയിട്ട് വെക്കണം എന്നാണ് അവർ പറഞ്ഞു തന്നത് കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തെരിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിറകൊക്കെ ഏറ്റി കൊണ്ടുപോകുമ്പോൾ തലയിൽ വെക്കില്ല ഒരു സാധനം, അങ്ങനെ ഒരു സാധനം. പക്ഷേ അങ്ങനെയൊക്കെ എനിക്ക് പറ്റില്ല. എന്നിട്ട് അവസാനം ഞാൻ വൈക്കോൽ എങ്ങനെയൊക്കെ കുത്തി നിറച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ ബെഡ് കെട്ടി വന്നപ്പോൾ ഒരു ഷേപ്പിലൊക്കെ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ വലിയ കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. ഇതാണിപ്പോൾ നമ്മൾ കൂൺ കൃഷി ചെയ്യാൻ പോണ ബഡ് കേട്ടോ.